സ്റ്റെപ്പ് 1. എല്ലാ ദിവസവും പല രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം. എയറോബിക്സ് എക്സർസൈസ്, സ്ട്രെങ്തനിങ് എക്സർസൈസ്, ബ്രിസ്ക് വാക്കിംഗ്, ബെൻഡിങ് എക്സർസൈസ് തുടങ്ങിയവ ചെയ്ത് വിയർക്കണം. പ്രഷർ നോർമലായിട്ടുള്ളവരാണെങ്കിൽ എല്ലാ എക്സർസൈസും നന്നായിട്ട് അണയ്ക്കുന്നത് വരെ ചെയ്യുക. സ്റ്റെപ്പ് 2. യോഗയിലെ പവനമുക്താസനം എന്ന ആസനം വയറ് കുറയാൻ നല്ലതാണ്. ദിവസവും 10 പ്രാവശ്യം ആഹാരത്തിന് മുമ്പ് ചെയ്യുക. നിന്നുകൊണ്ടുള്ള എക്സർസൈസ് 10 മിനിറ്റ് ചെയ്ത് ബോഡി നന്നായിട്ട് വാമപ്പ് ആയതിനു ശേഷം ഇത് ചെയ്യുക. സ്റ്റെപ്പ് 3. ആഹാരം കഴിക്കുമ്പോൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും മിക്സ് ചെയ്ത് കഴിക്കുക. കൂടെ പച്ചക്കറികൾ ധാരാളം കഴിക്കുക. അന്നജം ദിവസം 2 പ്രാവശ്യത്തിൽ കൂടുതൽ വേണ്ട. മധുരം പാടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 4. എപ്പോഴും നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അനങ്ങി നിൽക്കുക. കൂടുതൽ സമയം വെറുതെ ഇരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. വയറ് കുറയ്ക്കണം എന്ന ചിന്ത മനസ്സിൽ കൊണ്ടുവരിക. മധുരപലഹാരങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുക. മധുരം കൂടുതൽ കഴിച്ചുകൊണ്ട് എത്ര വ്യായാമം ചെയ്താലും ശരിയായ റിസൾട്ട് കിട്ടത്തില്ല. സ്റ്റെപ്പ് 5. ഡെയിലി നന്നായി ഉറങ്ങുക. നല്ല ഉറക്കം മെറ്റാബോളിസം ബൂസ്റ്റപ്പ് ചെയ്യുന്നു. വയറുഭാഗത്ത് കൊഴുപ്പടിയുന്നത് കുറയുന്നു. മാത്രമല്ല നന്നായി വ്യായാമം ചെയ്യാനുള്ള ഊർജം കിട്ടുന്നു. ഉറക്കം കുറവുള്ളവർക്ക് വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പടിയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. മാത്രമല്ല ആഹാരം നിയന്ത്രിക്കുന്നതിന് മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും നഷ്ടപ്പെടുന്നു. ഓർക്കുക, അമിത ടെൻഷൻ ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാക്കി വണ്ണത്തെ കൂട്ടുന്നു. കോർട്ടിസോൾ എന്ന ഹോർമോൺ കൊഴുപ്പടിയുന്നത് കൂട്ടുന്നു. മാത്രമല്ല വ്യായാമം ചെയ്യാനുള്ള മനസ്സിനെ ഇല്ലാതാക്കുന്നു. സന്തോഷമുള്ള ഒരു മനസ്സിന് മാത്രമേ എന്നും വ്യായാമം ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകത്തുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.